കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ജർമ്മൻ ചാൻസലർ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ കുറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ജനുവരി അവസാനത്തോടു കൂടിയിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് യൂറോപ്പിലെ ഏറ്റവും സമ്പന്ന രാജ്യമായിട്ടുള്ള ജർമ്മനി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീല് ജനുവരി അവസാനത്തോടു കൂടി ഉണ്ടാകുമെന്ന്. സോ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്. ഓൾറെഡി ഇന്ത്യ ഫ്രാൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പോളണ്ടുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, ഇറ്റലിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പൊ യൂറോപ്യൻ യൂണിയനിലെ പോർച്ചുഗൽ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് ഓൾറെഡി ഇന്ത്യ ചർച്ച നടത്തിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിരുന്ന ഇപ്പോൾ സ്വതന്ത്രമായി നിൽക്കുന്ന ബ്രിട്ടനുമായിട്ട് ഓൾറെഡി ഇന്ത്യ ഒരു ട്രേഡ് ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു വാർത്ത ട്രംപിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയേക്കാം. കാരണം മുൻകാലങ്ങളിൽ അമേരിക്ക എന്ത് തീരുമാനിച്ചാലും അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു ചരിത്രമായിരുന്നു യൂറോപ്പിനുണ്ടായിരുന്നത്. ഇത്തവണയും അമേരിക്ക ആഗ്രഹിച്ചു യൂറോപ്പും ഇന്ത്യയുടെ മേൽ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിരുന്നുവെങ്കിലെന്ന്. യൂറോപ്പ് ഇന്ത്യയുടെ മേൽ 25% താരിഫോ 55% താരിഫോ ചുമത്തിയിരുന്നുവെങ്കിലെന്ന് അമേരിക്ക ആഗ്രഹിച്ചു. പലപ്പോഴായിട്ട് ട്രംപിന്റെ അനുയായികൾ അല്ലെങ്കിൽ അമേരിക്കയിലെ ഒഫീഷ്യൽസ് തന്നെ, അവരുടെ കൊമേഴ്സ് സെക്രട്ടറി അടക്കമുള്ളവർ ഈ കാര്യങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ ഒരു ഹിന്റ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ നയതന്ത്രമുണ്ടല്ലോ, അത് അവിടെയാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്. ഇത്തരം ടെൻഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒപ്പമാണ് പൂർണ്ണമായിട്ട് യൂറോപ്പെങ്കിൽ നമ്മൾ യൂറോപ്പിൽ നിന്നും ഇപ്പൊ സമ്മർദ്ദം നേരിടേണ്ടി വരുമായിരുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. യൂറോപ്പ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ യൂണിയൻ വലിയൊരു കൂട്ടുകെട്ടാണ്. ഒരുപാട് രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളുണ്ട്. യൂറോപ്പിനെ അമേരിക്കയെ ഒരേ സമയത്ത് വ്യാപാര ബന്ധത്തിൽ ഉലച്ചിലുണ്ടാവുകയും നേരിടേണ്ടി വരികയും ചെയ്താൽ അത് ഇന്ത്യൻ എക്കണോമിയെ കുറച്ച് ബാധിക്കും. ഇവിടെ ഇപ്പോ യൂറോപ്പ് പക്ഷേ അമേരിക്കയുടെ എതിരെ തിരിഞ്ഞു നിൽക്കുകയാണ്. അമേരിക്ക പറഞ്ഞ ഉടനെ ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറല്ല. കാരണം എന്താണ്? ഇന്ത്യ യൂറോപ്യൻ യൂണിയനിലെ ഓരോ രാജ്യങ്ങളുമായിട്ടും റിലേഷൻസ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ആ യൂണിയനിൽ പെടുന്ന രാജ്യങ്ങളുടെ തീരുമാനമാണ്. അവിടെയാണ് ഇന്ത്യ അതിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററി പവർ എന്ന് പറയാവുന്ന ഫ്രാൻസുമായിട്ടുള്ള റിലേഷൻ ഇത്രയും ശക്തമാക്കിയത്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ റഫേൽ ജെറ്റ് അടക്കമുള്ളവ വാങ്ങുന്ന, ഇന്ത്യയുമായിട്ട് സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻസ് ഒന്നിച്ച് നിർമ്മിക്കുന്ന വളരെ തന്ത്രപരമായ പങ്കാളി ഫ്രാൻസ് ഒരിക്കലും ഇന്ത്യക്കെതിരെ യൂറോപ്യൻ യൂണിയനിൽ നിൽക്കില്ല. അവിടെയാണ് നരേന്ദ്രമോദിയുടെ നയതന്ത്രം എന്ന് പറയുന്നത്. ഫ്രാൻസ് ഇന്ത്യയുടെ കൂടെ നിൽക്കും. രണ്ടാമത്തെ രാജ്യമാണ് ജർമ്മനി. ഈ യൂറോപ്പിലെ എക്കണോമിക് പവറാണ് ജർമ്മനി. ജർമ്മനിയുമായിട്ടുള്ള ബന്ധവും ഇന്ത്യ ഒരു സൈഡിൽ കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. ഇന്നിപ്പോ 6 മുങ്ങിക്കപ്പലുകൾ സംയുക്തമായിട്ട് നിർമ്മിക്കുന്നതടക്കമുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻ ജർമ്മനിയുമായിട്ട് ഇന്ത്യക്ക് ഉണ്ടോ എന്ന് പല രാജ്യങ്ങളും അന്തം വിട്ട് നോക്കുന്നത്. സോ ഇന്ത്യ ജർമ്മനി റിലേഷനും യൂറോപ്പിൽ വളരെ സ്ട്രോങ് ആണ്. ഇറ്റലിയുമായിട്ട് അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് രംഗത്തും ഡിഫൻസ് രംഗത്തും വളരെ ശക്തമായ ബന്ധം ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനിയും നരേന്ദ്രമോദിയും അടുത്ത സുഹൃത്തുക്കളുമാണ്. സ്പെയിനുമായിട്ട് ബന്ധപ്പെട്ട്, സ്പെയിൻ യൂറോപ്പിലെ മറ്റൊരു രാജ്യമാണ്. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിലും ഇന്ത്യ വളരെ ചേർന്ന് സഹകരിക്കുന്ന രാജ്യമാണ്. സ്പെയിൻ ഒരിക്കലും ഇന്ത്യക്കെതിരെ പോകാൻ ചാൻസ് ഇല്ല. ഗ്രീസിന്റെ കാര്യം പറയുകയേ വേണ്ട. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക് ലൊക്കേഷനാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയും ഗ്രീസും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ടൈസ് ആണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല അത് ആയുധങ്ങൾ ഇന്ത്യ ഗ്രീസിന് സെയിൽ ചെയ്യുന്ന നിലയിലേക്ക് ഭാവിയിൽ മാറുകയും ചെയ്യും. ഇന്ത്യ യൂറോപ്പ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ തീർച്ചയായിട്ടും ഡിഫൻസ് എക്യുപ്മെന്റ്സ് അടക്കം യൂറോപ്പിന് കൂടുതലായിട്ട് സെയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി തന്നെയായിരിക്കും. കാരണം പണ്ട് കാലങ്ങളിൽ നമ്മൾ വാങ്ങുക മാത്രമാണ് ചെയ്തത്. ഇന്ന് നമ്മൾ അങ്ങോട്ട് സെയിലും ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യ ഇന്ന് സ്വയം ഒരു ഡിഫൻസ് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. നമ്മുടെ പല ആയുധങ്ങളും ഇപ്പോൾ പിനാക റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ആയിക്കോട്ടെ, ആകാശ് മിസൈൽസ് ആയിക്കോട്ടെ, ബ്രഹ്മോസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ആയുധങ്ങൾ ലോകത്ത് വിവിധ രാജ്യങ്ങൾക്ക് താല്പര്യമുള്ളവയായിട്ടുണ്ട്. സോ ഇതൊക്കെ തന്നെ ഇനി മുതൽ നമ്മൾ ഭാവിയിൽ യൂറോപ്പിലേക്കും സെയിൽ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ബ്രഹ്മോസിന്റെ കാര്യം മാറ്റിവെക്കാം. ബാക്കിയുള്ള ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഒട്ടുമിക്ക ആയുധങ്ങളും ആവശ്യപ്പെട്ടാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇന്ത്യ സെയിൽ ചെയ്യും. അതൊക്കെ ഭാവിയിൽ സംഭവിക്കാം. അപ്പൊ ഇന്ത്യൻ ആയുധങ്ങളിൽ ഗ്രീസിന് ഒരു നോട്ടമുണ്ട്. കാരണം ഗ്രീസും തുർക്കിയും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ് സൈപ്രസ് ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ വലിയ ഇഷ്യൂസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗ്രീസ് ഇന്ത്യയുമായിട്ട് വളരെ ചേർന്ന് സഹകരിക്കുകയാണ്. ഗ്രീസും ഒരിക്കലും യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യക്കെതിരെ പോവില്ല.
പോളണ്ട് ഇന്ത്യയുമായിട്ട് ഡിഫൻസ് രംഗത്ത് വളരെ ശക്തമായ ഒരു ബന്ധമാണ് ഈ അടുത്തിടെയായിട്ട് തുടരുന്നത്. വളരെ അടുത്ത സുഹൃത്താണ്. ഹംഗറി നമ്മളുമായിട്ട് പൊളിറ്റിക്കലി വളരെ ഫ്രണ്ട്ലിയാണ്. അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക് ടെക്നോളജി ഡിഫൻസ് രംഗത്ത് ഇന്ത്യയുമായിട്ട് വളരെ ചേർന്നാണ് സഹകരിക്കുന്നത്. പോർച്ചുഗൽ ഇന്ത്യയുമായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്. UN രക്ഷാസമിതിയിൽ ഇന്ത്യയെ സ്ഥിരാംഗമാക്കി മാറ്റണമെന്ന നിലപാടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യയുമായിട്ട് അടുത്ത സൗഹൃദമുണ്ട് പോർച്ചുഗലിന്. അപ്പൊ യൂറോപ്യൻ യൂണിയനിലെ പ്രധാന രാജ്യങ്ങളെല്ലാം ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദം തുടരുന്ന രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യപ്പെടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഈ കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി തരുന്നത് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും പവർഫുൾ രാജ്യമായിട്ടുള്ള എക്കണോമിക് പവർ ആയിട്ടുള്ള ജർമ്മനിയും മിലിറ്ററി പവർ ആയിട്ടുള്ള ഫ്രാൻസുമാണ്. ഇപ്പൊ ജർമ്മൻ ചാൻസലർ ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹമാണ് പറയുന്നത് ഈ ജനുവരി അവസാനത്തോടു കൂടി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാവുമെന്ന്. ഇത് ശരിക്കും ട്രംപിനെ ഭ്രാന്ത് പിടിപ്പിക്കും കേട്ടോ. അമേരിക്ക വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അതായത് ട്രംപ് കിണഞ്ഞ് ശ്രമിച്ചിട്ട് ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീല് നടക്കുന്നില്ല. ഇതിനിടയിലാണ് ഈസി ആയിട്ട് ബ്രിട്ടൻ ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. വൈകാതെ യൂറോപ്യൻ യൂണിയനും അതിൽ സക്സസ് ആവുകയാണെങ്കിൽ ആഭ്യന്തരമായിട്ട് ജനങ്ങൾ ട്രംപ് ഒരു കഴിവുകെട്ടവനാണെന്ന് കൂടി പറയും. കാരണം യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഒക്കെ ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീൽ ഉണ്ടാക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് മാത്രം അതിന് കഴിയുന്നില്ല എങ്കിൽ അയാൾ ഒരു കഴിവുകെട്ടവനായോണ്ടാണല്ലോ. വിവരമുള്ള ആളുകൾ അത് തിരിച്ചറിയും. ട്രംപിന് കൂടുതൽ പ്രഷർ അദ്ദേഹത്തിന്റെ രാജ്യത്തിനകത്തുണ്ടാവും, അത് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ രാജ്യത്തെ ബിസിനസ്സുകാരിൽ നിന്നും ഉണ്ടാവും. എന്തായാലും ഇപ്പോ ജർമ്മൻ ചാൻസലറിന്റെ ഈ വെളിപ്പെടുത്തൽ ട്രംപിനെ ചിലപ്പോ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.